ഡെയിലി വരുന്ന മുതിർന്ന ആളുകൾ തള്ളയ്ക്ക് വിളിയും പ്രശ്നങ്ങളുമാണ് അവിടെ. ആരും കേസ് കൊടുക്കാൻ പോവില്ല. നമ്മളത് ഈ എൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചതിൻ്റെ പേരിലും അവളുടെ മുഖം വികൃതമാക്കിയതിൻ്റെ പേരിലുമാണ് ഞങ്ങൾ കേസ് കൊടുക്കാൻ പോയത്. അങ്ങനത്തെ അവസ്ഥയിൽ രത്ത് കാണാണ്ടിരിക്കുന്നത് എൻ്റെ മോൻ അത്രയും. എൻ്റെ മോൻ ഇങ്ങനല്ല ഇരുന്നത്. ഇപ്പോൾ മരുന്ന് വെച്ച് ഞാൻ ആശുപത്രി മെഡിക്കൽ കോളേജിൽ പോയി ശാന്തിവളയിൽ പോയി. ഇതാണ് എൻ്റെ അവസ്ഥ. ഒരു സ്വന്തം ഉമ്മ എങ്ങനെ അടിച്ചാൽ ആരെങ്കിലും കണ്ടോണ്ടിരിക്കുമ്പോൾ 3 തയ്യൽ എൻ്റെ മോനക്ക് ഇട്ട് എൻ്റെ മോനക്ക് ഇപ്പോൾ തലവേദന കൊണ്ട് എൻ്റെ മോന് അനങ്ങാൻ വയ്യാതിരിക്കും. ഭർത്താവിനെ വിളിച്ചോണ്ട് വന്ന് കടയ്ക്കകത്ത് എൻ്റെ മോനെ കയറി അടിച്ചു. എല്ലാം വേണ്ടി കത്തിയെടുത്തപ്പോൾ ഇവൻ ഗ്ലാസ് എന്തെടുത്ത് ആ പയ്യൻ്റെ തലയിൽ അടിച്ചു കൊടുത്തു. തള്ളയെ എൻ്റെ കഴുത്തിൽ കിടക്കണ മാല പൊട്ടി എൻ്റെ പിച്ചാത്തി കൊണ്ട് എൻ്റെ കൈയൊക്കെ കീറി. എൻ്റെ മോൻ്റെ കൈ ജോലിക്ക് വിളിച്ച് ഞാൻ 2 ദിവസം ജോലിക്ക് പോയപ്പോൾ അവൻ ഭയങ്കര ചീത്ത വിളിയും പള്ളു വിളിയും. അവിടെ 2 പേരും ബാപ്പായും മോനും പറഞ്ഞ് അടി വീഴും. ഭയങ്കര ചീത്ത വിളിയും പള്ളു വിളിയും. അങ്ങനെ എന്നെ കിടന്ന് ചീത്ത വിളിച്ചു. അവൻ്റെ ബാപ്പ ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്നെയും കിടന്ന് ചീത്ത വിളിച്ച് അശാത്യാനെല്ലാം പറഞ്ഞ് നീ ആരുടെ കേൾക്കാനെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ ജോലിക്ക് പോകില്ല. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന പൈസ 2 ദിവസത്തിൻ്റെ പൈസ എനിക്ക് തന്നേ പറ്റുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ് എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് നിനക്ക് ഏതടി പൈസ തരാൻ പറ്റും? നീ അവിടെ ഇല്ലാട്ടി പോകാൻ പറഞ്ഞത്. നീ എന്തിനടി ഇവിടെ വന്നത്? നിനക്ക് നിന്നിട്ട് ഇവിടെ അധികാരം തരടി ഇന്ന് കേട്ടോണ്ട് എന്നെ ആവശ്യമില്ലാതെ വന്ന് ഈ ചെറുക്കൻ എന്നെ അടിച്ചിട്ട് ഈ വാപ്പ വന്ന് എന്നെ കുറുക്കിൽ കയറി പിടിച്ച്. വാപ്പയും മോനും കൂടെയാണ് എന്നെ അസത്യം പറഞ്ഞ് പള്ളു വിളിയും ചീത്ത വിളിയും എല്ലാം എന്നെ എറിഞ്ഞ് ഞാൻ കിടന്ന് വിഴുന്ന് എൻ്റെ പർദ്ദയും കീറി എന്നെ ഉടുപ്പോടെ കയറി പിടിച്ച് എന്നെ തള്ളിയിട്ട് വാപ്പയും മോനും കൂടെ തള്ളിയിട്ട് എന്നെ റോഡിൽ പോയി കണ്ട് എൻ്റെ മോൻ്റെ ഒന്ന് ആരാ പറഞ്ഞു കൊടുത്ത്. ഞാനും പോലും പോയില്ല. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. ഓടിയപ്പം കാണാൻ എൻ്റെ മോൻ്റെ ഇപ്പോൾ ആരാ പറഞ്ഞു കൊടുത്ത് എൻ്റെ അമ്മ റോഡിലിട്ട് അടിച്ചതോ തള്ളിയിട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനും എൻ്റെ ഭർത്താവും കൂടെ കയറിപ്പോയപ്പോൾ അവൻ ഒരു ഇരുമ്പ് കമ്പി എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടികളും തള്ളലും. പക്ഷേ ഇത് ഞങ്ങൾ നിരപരാധിയാണ്. പക്ഷേ എന്നെ അടിച്ചതിനാണ് എൻ്റെ മോൻ പോയി കേട്ടത്. വീഡിയോ കണ്ട് വിശ്വസിക്കേണ്ട. ഇത് സത്യസന്ധമായ വീഡിയോ യൂട്യൂബർ അല്ല. സത്യത്തെ അസത്യമാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ പോകുന്നത്. ഇതിനു മുമ്പൊരു വീഡിയോ ഉണ്ട്, അവരുടെ തന്നെ ഉണ്ട്. ഇത് മാത്രമാണ് അവർ വെളിയിൽ വിട്ടിട്ടുള്ളത്. ഈ വീഡിയോ ഈ കട അവർക്കുള്ള കട, യൂട്യൂബറിൻ്റെ കടയാണ്. യൂട്യൂബർ അത് മാറ്റിയിട്ട് ഇത് മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. അതാണ് മുമ്പ് നടന്ന സംഭവം മാറ്റിയിട്ടാണ്. മുമ്പ് നടന്ന സംഭവം മാറ്റിയിട്ട് ഇപ്പോൾ നടന്നതാണ്. ഇപ്പോൾ നടന്ന വീഡിയോ ആണ് അവരിട്ടിട്ടുള്ളത്. എൻ്റെ ഭാര്യ 2 ദിവസം അവിടെ ജോലിക്ക് പോയി. 3-ാമത്തെ ദിവസം വരില്ല എന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചപ്പോൾ ഈ ചെറുക്കൻ്റെ ശല്യം കൊണ്ടാണ്. ജോലി ചെയ്ത പൈസ വാങ്ങാൻ എൻ്റെ ഭാര്യ രാവിലെ പോയപ്പോഴാണ് അവൾ അസഭ്യം പറയുകയും അനാവശ്യം പറയുകയും ഇറങ്ങി വന്ന് റോഡിലോട്ട് പിടിച്ച് കമഴ്ത്തി തള്ളിയിടുകയും ചെയ്തു. അവളുടെ മുഖം മൊത്തവും സ്ക്രാച്ചായി വളരെ ബുദ്ധിമുട്ടായ രീതി. ഇത് അറിഞ്ഞ് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാൻ ചെന്നപ്പോൾ നമ്മളെയും ചീത്ത വിളിച്ച് വളരെ അസഭ്യം പറയുകയും തള്ളയ്ക്ക് ചേർത്ത് വിളിക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കും നമ്മളെ അടിക്കാൻ വന്നു. നമ്മളതിനെ പ്രതിരോധിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലോട്ട് പോയപ്പോഴാണ് അറിയുന്നത് ഈ പയ്യന് സുഖമില്ലാത്ത പയ്യനാണെന്ന് നമ്മൾ അറിയുന്നത്. നമുക്ക് അപ്പോഴാണ് നമ്മൾ സുഖമില്ലാത്ത പയ്യനാണെന്ന് അറിയുന്നത്. ഈ സുഖമില്ലാത്ത പയ്യനെയാണ് ഈ കടയിലിരുത്തി അവർ സ്ഥിരം ഈ കച്ചവടം നടത്തിക്കൊണ്ട് ഡെയിലി ഭാര്യയെ ഉപദ്രവിച്ചതിൻ്റെ പേരിലും അവളുടെ മുഖം വികൃതമാക്കിയതിൻ്റെ പേരിലുമാണ് ഞങ്ങൾ കേസ് കൊടുക്കാൻ പോയത്. പക്ഷേ ഇതാണ് അവിടെ നടന്ന സംഭവം. യൂട്യൂബർ വളരെ തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. യൂട്യൂബറിൻ്റെ കടയാണത്. യൂട്യൂബർ അത് വളരെ മോശമായ രീതിയിലാണ് തിരിച്ച് ആദ്യത്തെ വീഡിയോ വിടാതെയും 2-ാമത്തെ വീഡിയോ എടുത്ത് വിടുകയും ചെയ്യുന്നത്. എൻ്റെ ഭാര്യയെ തള്ളിയിടുന്ന വീഡിയോ ഉണ്ട്.